പി ചിദംബരം എന്ന് പറഞ്ഞത് എന്താണ്? അതായത് ബി ജെ പി ഒരു യന്ത്രത്തിന് പിന്നിലെ മറ്റൊരു യന്ത്രമാണ് എന്നാണ് പറഞ്ഞത്. RSS പ്രവർത്തിക്കുന്നു, RSSൻ്റെ ശക്തി കൊണ്ട് BJP കൂടി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു ഇരട്ട എൻജിൻ എന്ന നിലയ്ക്ക് വിലയിരുത്താവുന്ന ഒരു സാഹചര്യം RSSനും BJPക്കും ഉണ്ട്. ഇത് വസ്തുതയാണ്. ഇത് നിരീക്ഷകരെല്ലാവരും വിലയിരുത്തുന്നതാണ്. അതിപ്പോൾ പി ചിദംബരം പറഞ്ഞാൽ എങ്ങനെയാണ് കുഴപ്പമാവുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം പി ചിദംബരം വസ്തുതാപരമായി കാര്യങ്ങളെ വിലയിരുത്തുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഈ കാര്യത്തിൽ വലിയ വേദനപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അമിത് മാളവ്യ ഇത് കിട്ടിയ പാടെ അമിത് മാളവ്യ പിന്നെ അങ്ങ് ആഞ്ഞടിക്കുകയാണ്. കണ്ടോ, എന്താണ് തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത്, അവരുടെ ഭയപ്പാടാണ് അവർ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അമിത് മാളവ്യ പറയുന്നു. ഈ പറയുന്ന ഇംഗ്ലീഷ് ചാനലുകളും ഹിന്ദി ചാനലുകളും എല്ലാം കൂടി എടുത്ത് വാരി അലക്കി വീശുന്നു. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു കുഴപ്പം പിടിച്ച കാര്യം ചിദംബരം പറഞ്ഞ ഒരു പ്രതീതി മൊത്തത്തിൽ ഉണ്ടാകുന്നു. നമ്മളടക്കം ഇന്നിപ്പോൾ തന്നെ അതെടുത്ത് ചർച്ചയ്ക്ക് നിൽക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ചിദംബരം പറഞ്ഞത് വസ്തുതയാണ്. അവർ ഈ പോലീസ് സ്റ്റേഷനിൽ മുതൽ എവിടെ വേണമെങ്കിലും ഇടപെടാനുള്ള ശേഷി കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു കേഡർ സ്ട്രക്ചർ കൊണ്ട് BJP എന്നുള്ളത് വസ്തുതയല്ലേ? കേരളത്തിൽ എനിക്ക് തോന്നുന്നത് CPM ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ BJP പോലീസ് സ്റ്റേഷനുകളിലടക്കം ഇടപെടുന്നുണ്ട്. അതിനുള്ള പ്രാപ്തി അവർ കാണിക്കുന്നുണ്ട്. കാരണം അവരുടെ സംഘടനാ ശരീരം ആ സ്വഭാവത്തിലുള്ളതാണ്. ഒരു കേഡർ സ്ട്രക്ചറാണ് അവർക്കുള്ളത്. അല്ലെങ്കിൽ RSS അതിന് വേണ്ട പിന്തുണ കൊടുക്കുന്നുണ്ട്. സനീഷ് കഴിഞ്ഞ ദിവസം സനീഷ് തന്നെ പറഞ്ഞല്ലോ, 140 കോടി ജനസംഖ്യയുള്ള ഈ ഇന്ത്യയിൽ 20 കോടി ചില്ലറ വോട്ട് മേടിച്ചിട്ടാണ് ഈ രാജ്യം ഭരിക്കുന്നത് BJP. അതായത് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടെ അല്ല ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ. പക്ഷേ പ്രതീതി എന്താണ്? ആ പ്രതീതി ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എന്താണ്? അവരുടെ സംഘടനാ ശേഷി തന്നെയാണ്. ആ സംഘടനാ ശേഷിയെ ചൂണ്ടിക്കാട്ടുന്നത് എന്തിനാണ്? അതിന് ആ സംഘടനാ ശേഷിയെ നേരിടണമെങ്കിൽ ആ മട്ടിൽ തന്നെയുള്ള ഒരു കരുത്താർജിച്ചെങ്കിൽ മാത്രമേ അതിന് കഴിയൂ. പിന്നെ ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് പറഞ്ഞു, വസ്തുതയല്ലേ? ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടിയാണ് CPIM, ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. കേരളത്തിൽ എന്താണ് അവസ്ഥ? അതിപ്പോൾ പണ്ട് പറയും ഈ കുസ്തി ദോസ്തി എന്ന്. ഇവിടെ കിടന്ന് കുസ്തി പിടിക്കുക, അവിടെ പോയിട്ട് ദോസ്തിയാകുക. അങ്ങനെ ഒരു മുന്നണി സംവിധാനം ഒരു രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ ഒരു മുന്നണി സംവിധാനം പ്രവർത്തിച്ചാൽ നടക്കുമോ? അത് വളരെ പരിതാപകരമാണ് അവസ്ഥ. ഇവർക്ക് മാത്രമിടയിലാണോ ഈ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? ഇപ്പോൾ ശിവസേന നോക്കൂ. ശിവസേന ആത്യന്തികമായി ശിവസേനയുടെ പ്രത്യയശാസ്ത്രവും അവരുടെ നിലപാടും അതിൻ്റെ ജനിതക ഘടനയും ഒക്കെ എവിടെയാണ് നിൽക്കുന്നത്? ഹിന്ദുത്വയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് പക്ഷേ ആരുടെ ഒപ്പമാണ്? ഇവിടെ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷിയാണ് DMK തന്നെ എടുത്താൽ. DMK ഏറ്റവും ശക്തമായി ആ മുന്നണിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് DMK. പക്ഷേ DMKയുടെ ജനനം മുതൽ ഇങ്ങോട്ട് അതിൻ്റെ പ്രധാന ശത്രുവായി ആ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പം അങ്ങനെയല്ല, ശരിയാണ്. പക്ഷേ ആശയപരമായി ഇവർക്കിടയിലുള്ള ഭിന്നത എല്ലാ കാലത്തും നിലനിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ മുന്നണി എന്നത് വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി എന്നുള്ളത്. ഇത് വസ്തുതാപരമായി പി ചിദംബരം പറയുന്നു.